ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് അത് ഒരുപാട് പേര് ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരു കാര്യമുണ്ടല്ലേ. അപ്പോൾ നമ്മുടെ വീട്ടിലെ അടുക്കളയിൽ രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്കിത് എങ്ങനെ തയ്യാറാക്കാമെന്നാണ്. നമുക്കിത് കൊണ്ടുള്ള ബെനിഫിറ്റ് ഒക്കെ നോക്കാം. നമുക്ക് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് റിമൂവ് ആവാനും നമ്മുടെ ഫേഷ്യൽ ഹെയർ ഒക്കെ നന്നായിട്ട് റിമൂവ് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ടുള്ള യൂസ് വീക്കിലി ഒരു 2 പ്രാവശ്യം ഇത് നമുക്കിത് ചെയ്യാം. അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസിലെ ഡാർക്ക് സ്പോട്ട്സ് മാറാനും പിഗ്മെന്റേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറാനും സ്കിൻ നല്ല ഗ്ലോയിങ് ആയിട്ട് ൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. മെയിൻ ആയിട്ട് നമ്മളിത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരുപാട് പേർക്കുള്ള ബുദ്ധിമുട്ടാണ് എന്ത് ചെയ്തിട്ടും. ചിലരുടെ ബോഡിയിലൊക്കെ ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ അതെനിക്ക് അറിയില്ല കേട്ടോ. അപ്പം ഫേസിലും നോസിലും നമ്മുടെ ടീസോൺ ഏരിയയിലാണ് നമുക്ക് കൂടുതലായിട്ട് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഉണ്ടാവും. അതായത് ഈ ഇത്ര ഭാഗത്തായിട്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ഒരു ടീസോൺ ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര ഒരു ഭാഗവും ഇത്ര ഒരു ഭാഗവും ഇത്ര ഒരു ഭാഗം. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഭാഗമാണ് നമുക്ക് കൂടുതലായിട്ട് ഓയിലി ആവുന്നത്. കോമ്പിനേഷൻ സ്കിന്നുകാർക്ക് ഇവിടെയൊക്കെ എപ്പോഴും നോർമൽ ആയിട്ടുണ്ടാവും. ഈ ഇത്ര ഒരു ഏരിയ ടീസോൺ ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓയിലി ആയിട്ടുണ്ടാവും. അപ്പോൾ അതാണ് നമ്മുടെ ടീസോൺ ഏരിയ. ഈ ഒരു ഭാഗത്താണ് നമുക്ക് എപ്പോഴും ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. പിന്നെ ഓരോരുത്തരുടെ സ്കിന്നിന്റെ ടൈപ്പ് ടെക്സ്ചറിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അവരുടെ ഫേസിൽ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഉണ്ടാവാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ നമ്മൾ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് നന്നായിട്ട് റിമൂവ് ആവാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഹോം റെമഡിയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത ഒപ്പം തന്നെ ഒരു ബെല്ലൈക്കൺ വരുമ്പോൾ ഓളം ഓപ്ഷൻ കൊടുക്കാമെങ്കിലാണ് പുതിയ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് വീഡിയോസിന്റെ എല്ലാ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. വീഡിയോസ് എല്ലാം മിസ് ചെയ്യാതെ കാണാനും പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് അതിനായിട്ട് ആദ്യം ഒരു ബൗളെടുക്കുക. അതിലേക്ക് വേണ്ടുന്ന മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ചാർക്കോൾ പൗഡറാണ്. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ തയ്യാറാക്കാനായിട്ട് പറ്റും. ചാർക്കോൾ പൗഡർ ചിരട്ട വെച്ചിട്ടാണ് നമ്മൾ ചാർക്കോൾ പൗഡർ ഉണ്ടാക്കുന്നത്. അപ്പം ഒരു കാര്യം ശ്രദ്ധിക്കുക, നമുക്ക് എപ്പോഴും വീട്ടിൽ തയ്യാറാക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. ചിരട്ട ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കാം. ഓൾറെഡി നമ്മൾ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. കാണാത്തവർക്ക് ഐ ബട്ടണിൽ ലിങ്ക് കൊടുക്കാം, താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വാങ്ങാനും കിട്ടും. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ അതും ഞാൻ താഴത്ത് കൊടുക്കാമേ. അപ്പോൾ 1 ടേബിൾ സ്പൂൺ ചാർക്കോൾ പൗഡറാണ് എടുത്തത്. അതുപോലെ നിങ്ങൾക്ക് ഫേസിൽ ഫുള്ളായിട്ടാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ മതിയാവും. അതെല്ലാം നമ്മുടെ ടീസ്പൂൺ ഏരിയയിൽ മാത്രമാണെങ്കിൽ 1 ടീസ്പൂൺ മതിയാവും. ഇനി നമുക്ക് വേണ്ടുന്ന നെക്സ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജെലാറ്റിനാണ്. ജെലാറ്റിൻ നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും പീൽ ഓഫ് മാസ്ക് ഉണ്ടെങ്കിൽ അത് ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ പീൽ ഓഫ് മാസ്ക് പലരുടെ കയ്യിലും ഉണ്ടാവില്ല. പക്ഷേ നമുക്ക് ജെലാറ്റിൻ 10-30 രൂപ കൊടുത്തു കഴിഞ്ഞാൽ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പോൾ ആ ജെലാറ്റിൻ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒത്തിരി നാൾ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് വേറെയും ഫേസ് പാക്കുകൾ തയ്യാറാക്കാനായിട്ട് ജെലാറ്റിൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ അതും 1 ടീസ്പൂൺ. അപ്പോൾ ഈക്വൽ അനുപാതത്തിൽ എടുക്കാനായിട്ട് നോക്കുക. അപ്പോൾ 1 ടേബിൾ സ്പൂണാണ് എടുത്തെങ്കിൽ 1 ടേബിൾ സ്പൂൺ എടുക്കുക. അതിൽ 1 ടീസ്പൂണാണ് എടുത്തെങ്കിൽ 1 ടീസ്പൂൺ എടുക്കാം. അപ്പോൾ ഞാൻ 1.5 ടീസ്പൂണോളം എടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ തിളച്ച വെള്ളം, നല്ല വെള്ളം, ചൂടുള്ള വെള്ളം വേണം ഒഴിക്കാനായിട്ട്. നല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ഉണ്ടെങ്കിൽ അത് തന്നെ ആഡ് ചെയ്ത് നന്നായിട്ട് ഇതിനെ മെൽറ്റ് ചെയ്ത് എടുക്കുക. അപ്പോൾ ചൂടുവെള്ളം ചേരുമ്പോൾ ജെലാറ്റിൻ നന്നായിട്ട് മെൽറ്റായി അലിഞ്ഞിട്ട് കിട്ടും. നല്ലൊരു ഒരു കൊഴുത്ത പേസ്റ്റ് കൺസിസ്റ്റൻസിയിലാണ് കിട്ടുന്നത്. അപ്പോൾ നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്ത് അത് ആക്കിയെടുക്കുക. നിങ്ങൾക്ക് ആദ്യം ഇങ്ങനത്തെ മെത്തേഡിൽ വേണമെങ്കിലും ചെയ്യാം. ആദ്യം ജെലാറ്റിൻ എടുത്ത് അത് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് പേസ്റ്റ് ആക്കിയതിന് ശേഷം അതിലേക്ക് ചാർക്കോൾ പൗഡർ ആഡ് ചെയ്ത് കൊടുത്ത് മിക്സ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ രണ്ടും കൂടെ ഒരുമിച്ച് ഇതുപോലെ മിക്സ് ചെയ്യണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. കുറച്ച് ടൈം എടുത്ത് നന്നായിട്ട് പേസ്റ്റാക്കി കട്ടകളൊന്നുമില്ലാതെ ഇതിനെ മെൽറ്റ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ചൂടുവെള്ളം നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. അതായത് നമുക്ക് ഒരു പേസ്റ്റ് കൺസിസ്റ്റൻസി ആകാൻ എത്രത്തോളം വെള്ളം വേണോ അത്രത്തോളം വെള്ളം തന്നെ ചേർത്ത് അതിനെ മിക്സ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് കേട്ടോ. നല്ല തിക്കായിട്ടുള്ളൊരു ഫോമായിട്ടായിരിക്കും ഉണ്ടാവുക. അതിനെ നമ്മൾ സ്പൂൺ കൊണ്ട് നല്ല പോലെ കട്ടകൾ ഉടച്ച് നല്ലതായിട്ട് മെൽറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ തിക്കായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ തിളച്ച വെള്ളം കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇളം ചൂട് മാത്രമേ നമ്മുടെ ഫേസിൽ തട്ടി അപ്ലൈ ചെയ്യാമുള്ളൂ. അല്ലാതെ തിളച്ച ആ ഒരു ചൂടോടുകൂടി ഒരിക്കലും ഫേസിൽ അപ്ലൈ ചെയ്യരുത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്ത് നല്ല മെൽറ്റാക്കി എടുക്കുക. അപ്പോൾ ഞാൻ നന്നായിട്ട് ഇതിനുണ്ടോ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെയാണ് ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു പാക്ക് തയ്യാറാക്കിയത്. അപ്പോൾ നിങ്ങൾക്ക് വീക്കിലി 2 പ്രാവശ്യം 1 പ്രാവശ്യമൊക്കെ ചെയ്യാം നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച്. ഇത് നന്നായിട്ട് തിക്കാവാൻ വരെ വെയിറ്റ് ചെയ്യരുത്. അതിന് മുമ്പ് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഒരുപാട് ചൂട് കാടാനും പാടില്ല. ചെറിയൊരു ചൂടോടുകൂടി നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ടീസ്പൂൺ ഏരിയയിലും അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഫേസ് ഫുള്ളായിട്ട് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സാധാരണ വെയിറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഇത് ഡ്രൈ ആവുന്നവരെ വെയിറ്റ് ചെയ്യണം. ഇത് പീൽ ഓഫ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിത് നന്നായിട്ട് ഡ്രൈ ആവുന്നവരെ വെയിറ്റ് ചെയ്തിട്ട് വരാം.
ഇപ്പം നന്നായിട്ട് തന്നെ ഡ്രൈ ആയിട്ടുണ്ട് കണ്ടോ. അപ്പം നമുക്ക് പീൽ ഓഫ് ചെയ്തെടുക്കാം. നന്നായിട്ട് പീൽ ഓഫ് ചെയ്തെടുക്കാം. ബാക്കിയുള്ളത് നമുക്ക് വാഷ് ഓഫ് ചെയ്യാം. അപ്പോൾ ഞാൻ നന്നായിട്ട് തന്നെ പീൽ ഓഫ് ചെയ്തതിന് ശേഷം നല്ലപോലെ തന്നെ വാഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വാഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നല്ല തണുത്ത വെള്ളം കൊണ്ട് വാഷ് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ വാഷ് ചെയ്തതിന് ശേഷം നല്ല ഐസ് ക്യൂബ് കൊണ്ട് മസാജിങ് കൊടുക്കുക കേട്ടോ. പിന്നെ വന്നിട്ട് മസ്റ്റായിട്ട് നിങ്ങൾ ടോണറോ മോയ്സ്ചറൈസറോ ഫോളോ ചെയ്യുക. കാരണം നമ്മുടെ ഓപ്പൺ പോഴ്സൊക്കെ നന്നായിട്ട് ഓപ്പൺ ആയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് കൂളിംഗ് വാട്ടർ കൊണ്ടോ അല്ലെങ്കിൽ ഐസ് ക്യൂബ് കൊണ്ടോ മസാജ് ചെയ്യേണ്ടതെന്ന് പറയുന്നത്. അതിനുശേഷം നിങ്ങൾ സാധാരണ ഉപയോഗിക്കുന്ന മോയ്സ്ചറൈസർ ഉപയോഗിക്കാനായിട്ട് മറക്കരുത്. കാരണം അല്ലെങ്കിൽ നമുക്ക് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് കൂടാനേ ഹെൽപ്പ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് മാമാ എർത്തിന്റെ അക്വാ ഗ്ലോ മോയ്സ്ചറൈസർ ആണ് കേട്ടോ. കണ്ടോ, ഇത് വന്നിട്ട് കോമ്പിനേഷൻ ടു ഓയിലി സ്കിന്നുകാർക്ക് ഭയങ്കരമായിട്ടുള്ള നല്ലൊരു മോയ്സ്ചറൈസർ ആണ്. നല്ല ജെൽ ടൈപ്പ് മോയ്സ്ചറൈസർ ആണ് കണ്ടോ. അപ്പോൾ കുറച്ചെടുക്കുക. നമ്മൾ സാധാരണ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്ന മാതിരി തന്നെ നമുക്ക് ഫേസിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. പെട്ടെന്ന് നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർവ് ആവും കേട്ടോ. അപ്പോൾ നല്ലൊരു ഓയിലി സ്കിന്നുകാർക്ക് നല്ലൊരു മോയ്സ്ചറൈസർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാമാ എർത്തിന്റെ ഈ അക്വാ ഗ്ലോ മോയ്സ്ചറൈസർ നല്ല അടിപൊളിയായിട്ടുള്ള മോയ്സ്ചറൈസർ ആണ്. അതുപോലെ തന്നെ വെബ്സൈറ്റ് വഴി മാമാ എർത്തിന്റെ വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ ഈ ഒരു മോയ്സ്ചറൈസർ വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂപ്പൺ കോഡ് യൂസ് ചെയ്യാം. നമ്മുടെ കൂപ്പൺ കോഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സബീന 2022 എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 20% ഓഫ് എപ്പോഴും ഉണ്ടാവും കേട്ടോ. ഏത് പ്രോഡക്ട്സ് വാങ്ങിയാലും ഉണ്ടാവും. എല്ലാ മന്തിലും നിങ്ങൾക്ക് ഒരു പ്രോഡക്ട്സോ അല്ലെങ്കിൽ ഒരുപാട് പ്രോഡക്ട്സ് കാട്ടിട്ടതിന് ശേഷം നമ്മുടെ സബീന 2020 എന്നുള്ള ഈ കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ വാങ്ങുന്ന പ്രോഡക്ട്സിന്റെ റേറ്റിന്റെ 20% നിങ്ങൾക്ക് ഓഫർ എന്തായാലും ഉണ്ടാവും. അപ്പോൾ അത് നല്ല അടിപൊളിയായിട്ടുള്ള ഓഫറാണ്. 20% എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നല്ലൊരു ഓഫർ ഉണ്ടാവും. അതുപോലെ തന്നെ മാമാ എർത്തിന്റെ ഈ ഒരു മോയ്സ്ചറൈസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാരബൻ ഫ്രീ ആണ്, ക്രുവൽറ്റി ഫ്രീ ആണ്, നാച്ചുറൽ ആയിട്ടുള്ള ബ്രാൻഡാണ് മാമാ എർത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതെല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ 72 hours ഹൈഡ്രേഷൻ നമുക്ക് ഈ ഒരു മോയ്സ്ചറൈസർ കൊണ്ട് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് വന്നിട്ട് മാമാ എർത്തിന്റെ സൈറ്റിലുണ്ടാവും. അവർക്ക് പ്ലേ സ്റ്റോറിൽ ആപ്പ് അവൈലബിൾ ആണ്. അത് ഡൗൺലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആപ്പായിട്ട് യൂസ് ചെയ്യാം. പിന്നെ നൈക്കയിലും ആമസോണിലും പർപ്പിളിലും ഒക്കെ മാമാ എർത്തിന്റെ പ്രോഡക്ട്സ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ മാതിരി 20% ഓഫ് എന്തായാലും ഉണ്ടാവും. അപ്പോൾ എന്തായാലും നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. നല്ലൊരു മോയ്സ്ചറൈസർ ആണ് കേട്ടോ. അത് വന്നിട്ട് ഡ്രൈ സ്കിന്നുകാർക്കും സ്യൂട്ട് ആവും. എങ്കിലും കൂടുതലായിട്ട് വാട്ടർ ബേസ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ കോമ്പിനേഷൻ ടു ഓയിലി സ്കിന്നർ ടൈപ്പ് ആർക്കായിരിക്കും കുറച്ചും കൂടി എന്താണ് യൂസ്ഫുൾ ആവുക. പിന്നെ നോർമൽ ടു ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ ഓയിലി കണ്ടന്റ് അടങ്ങിയിട്ടുള്ള മോയ്സ്ചറൈസർ ആയിരിക്കും കുറച്ചും കൂടി നല്ലത് കേട്ടോ. അപ്പോൾ വാട്ടർ ബേസ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ എപ്പോഴും ഓയിലി ടു കോമ്പിനേഷൻ സ്കിന്നുകാരായിരിക്കും നല്ലത്. നല്ലൊരു മോയ്സ്ചറൈസർ ആണ്, നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം. അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ നല്ലപോലെ ബ്രൈറ്റ് ആയിട്ടുണ്ട്. നമ്മളിങ്ങനെ ടച്ച് ചെയ്ത് നോക്കുമ്പോൾ നമുക്കറിയാം ചെറിയൊരു തരിതരിപ്പ് നമുക്ക് നേരത്തെ നോസിന്റെ മുകളിൽ എനിക്കുണ്ടായിരുന്നു. അത് നമ്മൾ പീൽ ഓഫ് ചെയ്ത് കളഞ്ഞപ്പോൾ തന്നെ പോയി കേട്ടോ. ആ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ നന്നായിട്ട് റിമൂവ് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് വീക്ക്ലി 2 പ്രാവശ്യം വീതം ട്രൈ ചെയ്യാം. അതല്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഫോളോ ചെയ്യുക. എന്നിട്ട് എൻ്റെ അടുത്ത് ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള മോയ്സ്ചറൈസർ ആണ് കേട്ടോ. ഞാനിത് യൂസ് ചെയ്തതായി ഇത്രത്തോളമായി. നല്ല നിറച്ചുണ്ടായിരുന്നതാണ്. ഇതിൻ്റെ സെക്കൻഡ് ബോട്ടിലാണ് കേട്ടോ. ഇതിന് മുന്നേ ഞാൻ ഈ ഒരു മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കുറേ നാൾ മുന്നേ. അപ്പം ഇത് വന്നിട്ട് മാമാ എർത്തിന്റെ അക്വാ ഗ്ലോ ജെൽ ഫേസ് മോയ്സ്ചറൈസർ ആണ്. അവരിത് ഓൾ സ്കിൻ ടൈപ്പും പറയുന്നുണ്ട്. ഓൾ സ്കിൻ ടൈപ്പിന് യൂസ് ചെയ്യാം. എങ്കിലും കൂടുതൽ ഞാൻ പറയുന്നത് കോമ്പിനേഷൻ ടു ഓയിലി സ്കിൻ ടൈപ്പ് അവർക്കൊക്കെ എപ്പോഴും വാട്ടർ ബേസ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ ആയിരിക്കും നല്ലത്. നോർമൽ ടു ഡ്രൈ സ്കിന്നുകാർക്ക് ഓയിൽ ബേസ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ ആയിരിക്കും നല്ലത് കേട്ടോ. അതുപോലെ തന്നെ ഈ ജെൽ മോയ്സ്ചറൈസർ വേറെ ഒരുപാട് ബ്രാൻഡ്സിനുണ്ട് കേട്ടോ. അപ്പോൾ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നത് നോക്കി ട്രൈ ചെയ്യുക. റേറ്റും കാര്യങ്ങളൊക്കെ പോയി എൻ്റെ ഇന്ന് ബോക്സ് ഒക്കെ പോയിട്ട് കുറേ നാളായി, ഒരുപാട് നാളുകൊണ്ട് യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് കാണിച്ചതാണ് കേട്ടോ. അപ്പോൾ വന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇനി ഒരു പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും